ബി.ജെ.പിയിൽ പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ടുണ്ട്. സുരേന്ദ്രൻ തന്നെയാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. സുരേന്ദ്രന്റെ നേതൃപാടവുമില്ലായ്മ, സ്ഥാനാർത്ഥി പാലക്കാടുള്ള സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോടുള്ള വ്യക്തിപരമായ എതിർപ്പ്, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പലരും പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ സന്ദീപ് വാചസ്പതി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എല്ലാവരും കണ്ടു കാണാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളത് വലിയ വിഷയമായി എടുക്കുന്നില്ല. അദ്ദേഹം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം വായിച്ചു പോകുന്നു. 10,000-ഓളം വോട്ട് ചേലക്കരയിൽ ബി.ജെ.പിക്ക് കൂടി. പ്രചാരണത്തിന് നേതൃത്വം നൽകിയ തൃശൂർ ജില്ലാ കമ്മിറ്റി അഭിനന്ദനം അർഹിക്കുന്നു. വയനാടും ബി.ജെ.പി വോട്ട് വീതം നിലനിർത്തി. അവിടെയും പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പി അടിത്തറ ശക്തമാണ്. എന്നാൽ പാലക്കാടും തികച്ചും വ്യക്തിപരമായിരുന്നു കാര്യങ്ങൾ. പ്രചാരണത്തിലടക്കം ഇത് കാരണമായിരുന്നു. വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കം വിഷയങ്ങളായി. ഈ കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാകും. എങ്കിലും പാലക്കാട് ബി.ജെ.പിയുടെ അടിത്തറയ്ക്ക് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. ഈ തിരിച്ചടി താൽക്കാലിക മാത്രമാണ്. ഇതിനെയും പാർട്ടി മറികടക്കും. അതിനുള്ള കരുത്തി പ്രസ്ഥാനത്തിലുണ്ട്. ഇത് 19 മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം ഇട്ടതാണ്. ഇന്ന് അദ്ദേഹം 1 മണിക്കൂറുകൾ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്നിട്ടൊരു പോസ്റ്റാണ്. ഐ എം ഓൺലി റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഐ സേ, നോട്ട് ഫോർ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയാം, നിങ്ങളത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ എന്ത് പറഞ്ഞു എന്നതിന് ഞാൻ ഉത്തരവാദിയാണ്. പക്ഷെ നിങ്ങളത് എങ്ങനെ മനസ്സിലാക്കി എന്നതിന്, എന്ത് മനസ്സിലാക്കി എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. വളരെ കൃത്യമാണ് സന്ദീപ് വാചസ്പതിയുടെ ആ മറുപടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹം വളരെ തന്ത്രപരമായുള്ള ഒരു പോസ്റ്റാണ് ഇന്ന് ഇട്ടത് എന്ന് തന്നെ ഞാൻ പറയും. അതിന് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സന്ദീപ് വാചസ്പതിയെ എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നുണ്ട് ആ കാര്യത്തോട്. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് നല്ല മറുപടിയായി ഇടുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം പാർട്ടിയെ ഒരു ആപത്ഘട്ടത്തിൽ അങ്ങനെ ഒരു നേതാവ് തള്ളിപ്പറഞ്ഞു എന്ന് ആക്കി തീർക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു മറുപടി കൂടിയാണത്. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയുള്ള മറുപടിയാണ്. പക്ഷേ സുരേന്ദ്രനെ വാചസ്പതിക്കും ഭയമാണോ? അല്ലാതെ ഒരു ചോദ്യമാണ്. എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം സർവ്വസൈന്യത്തോടുകൂടി വാഴുന്ന സർവ്വസൈന്യാധിപനെ ആർക്കാണ് ഭയമില്ലാതിരിക്കുക? പക്ഷേ അങ്ങനെ ആ സർവ്വസൈന്യാധിപൻ വാഴുന്ന കാലത്തോളം ബി.ജെ.പി കേരളത്തിൽ ഗതി പിടിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പ്രശ്നമല്ലാന്നേ. ഈ ഗ്രൂപ്പ് പോരിൻ്റെ അങ്ങേയറ്റം സുരേന്ദ്രനെ താങ്ങി നടക്കുന്ന കുറേ ആളുകളുണ്ട് പുറകിൽ. സുരേന്ദ്രനെ ഇങ്ങനെ തള്ളി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് തീരുമാനമെടുക്കുന്ന കുറേ ഒരു പറ്റം ആളുകളുണ്ട്. ഇവരെയൊന്നും മുഖം നമ്മൾ കാണില്ല. നമ്മൾ സുരേന്ദ്രനെ മാത്രമേ കാണൂ. അതുകൊണ്ട് സുരേന്ദ്രന് മാത്രമേ തെറിവിളി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവർ ഓരോന്നിനെയും നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കണമെന്നാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ കോഴിക്കോട് ജില്ലയിലെ സുരേന്ദ്രനോട് അടുത്തൊരു നേതാവുണ്ട്, രഘുനാഥ്. ആ രഘുനാഥുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ പറയുന്ന സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് സന്ദീപ് വാര്യർ വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നും ആ ഇലക്ഷന് ശേഷം സി കൃഷ്ണകുമാർ പരാജയപ്പെട്ടതിൻ്റെ അന്ന് തന്നെ സന്ദീപ് വാചസ്പതി ഒരു പോസ്റ്റ് ഇടുകയാണ്. വളരെ മനോഹരവും പക്ഷേ വളരെ കൃത്യതയാർന്നതുമായ ഒരു പോസ്റ്റാണ്, ഉറുക്കിക്കൊള്ളുന്ന ഒരു പോസ്റ്റാണ് സന്ദീപ് വാചസ്പതി ഇട്ടത്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് യഥാർത്ഥ മത്സരം നടന്നത് ചേലക്കരയിലാണ്. ചേലക്കരയിൽ ബി.ജെ.പി 10,000-ഓളം വോട്ട് ചേലക്കരയിൽ വർദ്ധിപ്പിച്ചു. അത് വലിയ വിജയമാണ്. അതിന് ചേലക്കരയിലെ പ്രവർത്തകരോടും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയോടും ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നവർ പറയുന്നു. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയും ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ എങ്ങനെ പ്രവർത്തിച്ചു? ഗ്രൂപ്പിന് അതീതമായി സുരേഷ് ഗോപി പറയുന്നുണ്ട്, അനീഷ് കുമാർ വീട്ടിൽ പോലും പോകാതെ ഓരോ ബൂത്തിലും ഓരോ വീടുകളിലും കയറി ഓരോ ഇടവകയിലും കയറി തങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് തങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഓരോ ബി.ജെ.പി പ്രവർത്തകനെയും ബന്ധപ്പെട്ട് ഓരോ ആളുകൾ തളരുമ്പോഴും അനീഷ് കുമാർ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നടത്തിയ പ്രവർത്തനത്തെ അന്ന് തന്നെ സുരേഷ് ഗോപി അനുകൂലിച്ച് സംസാരിച്ചിരുന്നു. അതേ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി ചേലക്കരയിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി 10,000 വോട്ടുകൾ ചേലക്കരയിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചുവെങ്കിൽ അത് വലിയ കാര്യമാണ്. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ
ഈ BJP ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ്. സരസുവിനെ പോലെയുള്ള ഒരാളെയാണ് അവിടെ നിർത്തിയതെങ്കിൽ അതിലും കൂടുതൽ വോട്ട് ലഭിക്കുമായിരുന്നു. പക്ഷേ അവിടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചേർന്ന് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്ത് 10,000 വോട്ടുകൾ കൂട്ടിക്കൊടുക്കുവാൻ ഈ പറയുന്ന BJPയുടെ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ആളുകളെയും എവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കണം, എവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പരിഹരിച്ച് അവ പരിഹാരങ്ങൾക്കെല്ലാം ആ വിഷയങ്ങൾക്ക് ആ ന്യൂനതകൾക്കെല്ലാം പരിഹാരം ഉണ്ടായി കൊടുക്കുന്ന തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ കണ്ട് പഠിക്കണമെന്ന് കൃത്യമായി ഈ സന്ദീപ് വാചസ്പതി പറയുന്നു. അത് ആർക്കുള്ള കൊട്ടുകൂടിയാണ്? ഈ പറയുന്ന സുരേന്ദ്രൻ പക്ഷ ടീമിനുള്ള കൊട്ടുകൂടിയാണ്. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നുണ്ട്, വയനാട്ടിലും ഈ പറയുന്ന വോട്ട് വർധനയുണ്ട്, അടിത്തറയുണ്ട്, വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, അവിടുത്തെ ജില്ലാ കമ്മിറ്റിയും അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ പാലക്കാട്ടേക്ക് വരുമ്പോൾ അവിടെ വ്യക്തിപരമാണ് കാര്യങ്ങൾ. വളരെ തന്ത്രപരമായി വാചസ്പതി പറയുന്നു, അവിടെ വ്യക്തിപരമാണ് കാര്യങ്ങൾ. അത് വളരെ കൃത്യമാണ്, കുറുക്കിക്കൊള്ളുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തിപരമായി ചില ആളുകളുടെ താല്പര്യത്തിന് പുറത്ത് ഉള്ള സ്ഥാനാർത്ഥിയാണ് വന്നത് എന്ന വ്യംഗ്യാർത്ഥം നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയേ സന്ദീപ് വാചസ്പതിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വളരെ കൃത്യമായി അദ്ദേഹം അതിന്റെ താഴെ വിശദീകരിക്കുന്നുണ്ട്. കാരണം വ്യക്തിപരമായി സന്ദീപ് വാര്യറിലേക്ക് പോയി, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചർച്ച പോയി, ട്രോളി ബാഗിലേക്ക് ചർച്ച പോയി, ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോയത് കൊണ്ടും മാധ്യമങ്ങൾ ആ രീതിയിൽ പോയത് കൊണ്ടും യഥാർത്ഥ വിഷയങ്ങൾ ചർച്ചയായില്ല എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുമെങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വാചകമുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പായിട്ട് കൂടി അവിടെ പ്രതീക്ഷിക്കാത്ത വിജയമുണ്ടാവാത്തത്, വോട്ട് നഷ്ടമുണ്ടായത് എങ്ങനെയാണെന്ന് ഗൗരവകരമായ ചിന്തയ്ക്ക് എന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംസ്ഥാന നേതൃത്വത്തിനും കെ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് അവിടെ നടത്തിയത് എന്നും ഈ പറയുന്ന BJPയിലെ യുവ നേതൃത്വം എത്രമാത്രം അസ്വസ്ഥരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മാന്യമായ ഭാഷയിൽ സന്ദീപ് വാചസ്പതി പറഞ്ഞതാണ്. മാത്രമല്ല സന്ദീപ് വാചസ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സന്ദീപ് വാര്യരെ കുറിച്ച് പോയ സമയത്ത് BJPയെ കൃത്യമായി പ്രതിരോധിച്ച വ്യക്തിയാണ്. ഈ പറയുന്ന എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന യുക്തിവാദ സംഘത്തിൻ്റെ ഒരു സെമിനാറിൽ വെച്ച് സന്ദീപ് വാചസ്പതി നടത്തിയ ഒരു പ്രസംഗമുണ്ട് നമ്മുടെ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട്. എത്ര മനോഹരമായിട്ടാണ് സന്ദീപ് വാചസ്പതി അത് അവതരിപ്പിച്ചത്. സന്ദീപ് വാര്യർക്ക് ശേഷം ഇത്രയും കൃത്യമായി പഠിച്ച് കൈകാര്യം ചെയ്യുന്ന, കൃത്യമായി പഠിച്ച് ചാനൽ ചർച്ചകളിൽ പോയി സംസാരിക്കുന്ന ഒരു നേതാവ് സന്ദീപ് വാചസ്പതിയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ യുവരാജ് ഗോകുലും ശങ്കുട്ടി ദാസും അതുപോലുള്ള ആളുകളൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ സന്ദീപ് വാചസ്പതിക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കൃത്യമായി പറയേണ്ട സ്ഥാനത്ത് കൃത്യമായി പ്രതികരിക്കാൻ കൂടി സന്ദീപ് വാചസ്പതി തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ സുരേന്ദ്രനും അതുപോലെ തന്നെ സുരേന്ദ്രനെതിരെ വ്യക്തിപരമായിട്ടല്ല, ഈ ഗ്രൂപ്പിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് എല്ലാവർക്കും സന്ദീപ് വാചസ്പതി കൊടുക്കുകയാണ്. വാർത്ത തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ, അദ്ദേഹം ഒരു നേതാവെന്ന് പറയുന്നത് എന്താണ്? അണികൾ നടക്കുമ്പോൾ പിന്നാലെ നടക്കുന്ന ഒരാളല്ല. നേതാവ് എങ്ങോട്ട് പോകുന്നോ അതിൻ്റെ പിന്നാലെ അണികളെ കൊണ്ടുവരണം. അതാണ് ഒരു നല്ല നേതാവ് എന്ന് പറയുന്നത്. അല്ലാതെ അണികൾ പോകുന്ന സൈഡിലേക്ക് പോകാൻ ഒരു നേതാവാകണ്ട. അനീഷ് കുമാർ ചെയ്തത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തത്, അനീഷ് കുമാർ എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പിന്നാലെ സുരേഷ് ഗോപിക്ക് ജയം കിട്ടാനുള്ള വഴികളും കൂടിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് അനീഷ് കുമാറിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരാളായി നടന്നു അനീഷ് കുമാർ. തീർച്ചയായിട്ടും അനീഷ് കുമാർ തൃശ്ശൂരിൽ കൃത്യമായ ഇടപെടലുകൾ, പ്ലാനിങ്ങുകൾ, തന്ത്രങ്ങൾ, നേതൃപാടവം ഇതെല്ലാം ഏറ്റെടുത്തതിൻ്റെ ഒരു കാഴ്ചയാണ്. 77,000 മുകളിൽ വോട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. ആ സ്ത്രീകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ, അവരെ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ, അവരെ കൃത്യമായി മോഡിഫൈ ചെയ്ത് BJP എന്ന പാർട്ടിയിലേക്ക് പിടിച്ചു നിർത്താൻ അനീഷ് കുമാർ കാണിച്ച ആ ഒരു തന്ത്രം, അത് ജനങ്ങളുടെ നന്മയ്ക്ക് കൂടി വേണ്ടി, അതാണ് അവിടെ. കാരണം സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ തൃശ്ശൂരിൽ വരുമ്പോൾ തൃശ്ശൂരിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അനീഷ് കുമാറിന് നന്നായിട്ട് അറിയാം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അദ്ദേഹത്തെ പോലെ ഉള്ളവരാണ് നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല. അദ്ദേഹവും ഈ നേതൃസ്ഥാനത്തേക്ക് വരാൻ 100% അർഹനാണ് എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പാർത്ഥൻ പറഞ്ഞു സുരേന്ദ്രനെ മാത്രം നമ്മളിതിൽ പറയുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഈ സ്ഥാപനം നമ്മൾ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്തവരാണ്. അതൊക്കെ നമുക്കിവിടെ ഈ മാധ്യമ സ്ഥാപനത്തിൽ നിയന്ത്രിക്കാൻ നമുക്കൊരാളുണ്ട്.
അദ്ദേഹം വന്ന് നമ്മളോട് പറയുന്നില്ല രാവിലെ 8 മണിക്ക് വാർത്ത എടുക്കണം, നിങ്ങൾ എടുക്കേണ്ടത് ഇന്ന വാർത്തകളാണ്, ഇത്ര വാർത്തകൾ നിങ്ങൾ എടുക്കണം, നിങ്ങൾ എടുക്കുന്ന വാർത്തകൾക്ക് ഇത്ര റീച്ച് വേണം, നിങ്ങൾ എടുക്കുന്ന വാർത്തകൾ ഇന്ന തരത്തിലുള്ള വാർത്തകളായിരിക്കണം, BJPയെ സന്തോഷിപ്പിക്കണം, LDFനെ സന്തോഷിപ്പിക്കണം, UDFനെ സന്തോഷിപ്പിക്കണം. ഇതൊന്നും നമ്മളോട് നമ്മുടെ MD പറയാറില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമുക്ക് മുകളിൽ ഒരാളുണ്ട്, ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം കാണുന്ന, നിരീക്ഷിക്കുന്ന, നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്ന, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരാൾ നമുക്ക് മുകളിലുണ്ട്. ധന്യ പറഞ്ഞ കാര്യത്തിൽ ഈ LDFനെയും UDFനെയും BJPയും സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞതിൽ ചിലപ്പോൾ ആളുകൾ പിടിച്ച് കയറും. നമ്മൾ അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല ധന്യ പറഞ്ഞത് എന്ന് മനസ്സിലാവും. കാര്യം നമ്മൾ പറയേണ്ട സത്യങ്ങൾ പറയുകയും എതിർക്കേണ്ടത് എതിർക്കപ്പെടുകയും ചെയ്യുന്ന അർത്ഥത്തിലാണ് ധന്യ പറഞ്ഞത്. അപ്പോൾ ഒരാൾ മുകളിലുണ്ട്, മുകളിലെന്ന് വെച്ചാൽ ആകാശത്തെന്നല്ല, നമുക്ക് മുകളിൽ ഒരു സീനിയോറിറ്റി ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിയന്ത്രിക്കാനും നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ഒരാളുണ്ടെന്ന് നമ്മുടെ മനസ്സിലൊരു അയാൾ നമ്മളെക്കാളിലും കഴിവുള്ളവനും ശക്തനുമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ആരും ഒന്നും പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത്. അതെ. ഇപ്പോൾ ഒരു നേതാവിന് അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള ഒരാൾക്ക് എങ്ങനെ നമ്മളെ കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയണം. അങ്ങനെ ഒരു നേതാവുണ്ട് എങ്കിൽ ഒരു അണികളും, ഇപ്പോൾ മോദി വരുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ജനങ്ങൾ കൂടുന്നത്? രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇത്രയും ആളുകൾ കൂടും. മോദിയെ കാണാൻ കൂടി മാത്രമല്ല, കരുത്തനായ ഒരു നായകനാണ് വരുന്നതെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് സുരേന്ദ്രൻ വരുമ്പോൾ ഇവിടെ എത്ര ആളുകൾ കൂടും? എത്ര ആൾ? BJPയിൽ തന്നെ 100 പേരെ എടുത്താൽ 70 പേർക്ക് സുരേന്ദ്രനെ താല്പര്യം. സുരേന്ദ്രൻ എന്ന വ്യക്തിയോടല്ല, നേതൃനിരയിൽ ഇരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കാണ് സുരേന്ദ്രൻ അഭികാമ്യനല്ലാത്തത്. അതെന്തുകൊണ്ടാണ്? സുരേന്ദ്രൻ്റെ കഴിവില്ലായ്മയാണ്, കഴിവ് കേട് തന്നെയാണത്. അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഇനി ആർക്ക് നൊന്താലും വേദനിച്ചാലും തിരുത്തപ്പെടേണ്ടത് പ്രസ്ഥാനമല്ല വ്യക്തിയാണ് എങ്കിൽ തിരുത്തുക തന്നെ വേണം. അല്ല, അതിൽ ഈ പറയുന്ന അനീഷ് കുമാറിനൊക്കെ കണ്ട് നമ്മൾ പഠിക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം സുരേന്ദ്രൻ പ്രായത്തിലും എക്സ്പീരിയൻസിലും കൂടുതലാണെങ്കിലും നമുക്ക് കുറച്ച് അനുഭവ പാഠവങ്ങൾ അല്ലെങ്കിൽ കഴിവില്ലായ്മ ഉണ്ടെങ്കിൽ അതുള്ളവരെ കണ്ടു പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ല, ഗ്രൂപ്പുകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു പാർട്ടിയിൽ. പക്ഷേ ഗ്രൂപ്പിനൊക്കെ അതീതമായി ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴും സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ BJP ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും, സുരേന്ദ്രൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും അനീഷ് കുമാർ അദ്ദേഹത്തിന്റെ വർക്കിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ, സ്വന്തം കാറുമെടുത്ത് ഓടി നടന്ന് ആളുകളെ സംഘടിപ്പിച്ച്, അനീഷ് കുമാർ മാത്രമല്ല, അനീഷ് കുമാർ താഴെയുള്ള ഒരു പറ്റം ആളുകൾ ഞാനറിയാം. തൃശ്ശൂർ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ തൃശ്ശൂർ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയപ്പോൾ അവിടെ ആണോ? അപ്പൊ അവിടെ ഞാൻ ആ സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ജയിച്ച സമയത്ത് അല്ലെ? ഞാൻ അതിന്റെ മുമ്പാണ് പോയത്. ആ ഫസ്റ്റ് സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു പോയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ പദയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ബൈറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ മാധ്യമ ജീവിതത്തിലെ ഒരു വലിയ തന്നെയാണ്. അപ്പൊ ഞാൻ ആ ഓഫീസിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഈ കുറച്ച് വൈകിയ സമയത്താണ് പോയത്. അദ്ദേഹം അപ്പോൾ റിപ്പോർട്ടറിന്റെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. അവിടെ നിന്ന് ആളുകൾ അവിടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഈ നമ്മുടെ കുറിപ്പുകളുണ്ടല്ലോ, അതായത് വോട്ടഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ, വലിയ അട്ടിക്കുറിപ്പുകൾ അവിടെ കൃത്യമായി എണ്ണി വെച്ച് മറ്റ് ആളുകളിലേക്ക് അയക്കുന്ന തിരക്കിലാണ്. ആ സമയത്തും അവിടെ അത്രയും വൈകിട്ടും വനിതകൾ അവിടെ ഇരുന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കഴിവാണ്. അതാണ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. അനീഷ് കുമാറിനെയും സന്ദീപ് വാചസ്പതിയെയും ഒക്കെ മാതൃകയാക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും.